ഇവിടെ തുല്യമായ രണ്ട് സമഭുജ സാമാന്തര്യങ്ങൾ ഈക്വൽ റോംബസ് വരയ്ക്കാനാണ് ചോദ്യം പറയുന്നത്. തന്നിരിക്കുന്നതിൽ ഇവിടെ 80 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 3 സെൻറ്റിമീറ്റർ ഡയഗണൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നോക്കുമ്പോൾ ഈ ഡയഗണലും ഈ ട്രയാങ്കിളിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുമോ നമ്മൾ നോക്കേണ്ടത്. പറയുമ്പോൾ ഈ സൈഡ് തന്നിട്ടുണ്ട്, പക്ഷേ രണ്ട് ആംഗിൾ ഇവിടെ തന്നിട്ടില്ല. ഈ രണ്ട് ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൺസ്ട്രക്ഷൻ ഓക്കെ ആയിരുന്നു. പക്ഷേ 80 ഡിഗ്രി തന്നുകൊണ്ട് നമുക്ക് പറയാം ഈ രണ്ട് ആംഗിളും കണ്ടുപിടിക്കാം. കാരണം ടോട്ടൽ 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി ആകുമ്പോൾ ഇവിടെ 80 ഡിഗ്രി പോയിട്ടുണ്ട്. ബാക്കി ഉള്ള ഡിഗ്രി എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. ഈ 100 ഡിഗ്രി ഇവിടേക്ക് രണ്ട് സ്ഥലത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, ഈക്വലായിട്ട് കൊടുക്കണം. അപ്പോൾ ഓരോന്നും 50 ഡിഗ്രി ആയിട്ട് മാറും. അപ്പോൾ 50 ഡിഗ്രി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രയാങ്കിൾ 3 സെൻറ്റിമീറ്ററും രണ്ടറ്റത്ത് 50 ഡിഗ്രിയും വെച്ചുകൊണ്ട് നമുക്ക് ഈ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയും. ഇപ്പുറത്തും ഇതേപോലെ തന്നെ 50 ഡിഗ്രിയാണ് രണ്ട് ആംഗിൾ. അതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡ് ഈ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റഫ് ഫിഗർ ഇവിടെ വരയ്ക്കാം. നമുക്ക് രണ്ട് ഡയഗണലുണ്ട്, രണ്ട് ഡയഗണലിൻ്റെ ഇൻ്റർചേഞ്ച് ആംഗിൾ ഉണ്ട്. ഈ രണ്ട് റോംബസിൻ്റെ സ്ട്രക്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ രണ്ട് റോംബസും നമുക്ക് ഇവിടെ കൃത്യമായിട്ട് വരയ്ക്കാൻ കഴിയണം. അപ്പോൾ നമുക്ക് ഈ സൈഡാണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. ഈ സൈഡ് 3 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഈ ആംഗിൾ നമ്മൾ എന്ത് ചെയ്യണം, 80 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് അറ്റത്തുള്ള ആംഗിൾസ് 50 ഡിഗ്രി 50 ഡിഗ്രിയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം സ്കെയിൽ എടുക്കുന്നു. സ്കെയിൽ എടുത്തതിന് ശേഷം നമ്മൾ 3 സെൻറ്റിമീറ്റർ ഡയഗണൽ ആദ്യം കൺസ്ട്രക്ട് ചെയ്യുന്നു. 3 സെൻറ്റിമീറ്റർ ഡയഗണൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് എൻഡിലും 50 ഡിഗ്രിയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. പൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് എൻഡിലും 50 ഡിഗ്രി മാർക്ക് ചെയ്യണം. ആ പൊട്രാക്ടർ നേരെ എൻഡിൽ വെക്കണം. എൻഡിൽ വെച്ചതിന് ശേഷം നമ്മൾ 50 ഡിഗ്രി മാർക്ക് ചെയ്യണം. എൻഡിൽ വെച്ചിട്ട് ഒരു സൈഡിൽ നിന്നാണ് 50 ഡിഗ്രി, ഈ എൻഡിൽ നിന്ന് 50 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. 50 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 50 ഡിഗ്രി മാർക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്ക് രണ്ട് ഡയഗണൽ കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് ഡയഗണൽ സൈഡിലുള്ള രണ്ട് ഡയഗണലാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത്. പുറമേക്കുള്ള ഡയഗണൽ പോലുള്ള സൈഡാണ് വരയ്ക്കുന്നത്. ഈ രണ്ട് സൈഡും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റി. ഇപ്പോൾ നമുക്ക് 3 സെൻറ്റിമീറ്ററും 80 ഡിഗ്രിയുള്ള ഒരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ 80 ഡിഗ്രി മാർക്ക് ചെയ്യണം. രണ്ട് സൈഡിലും 80 ഡിഗ്രി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ 80 ഡിഗ്രി മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ സൈഡിൽ വെച്ച് ഇവിടെ അവിടെ നിന്നുള്ള 80 ഡിഗ്രി മാർക്ക് ചെയ്യാം. രണ്ട് 80 ഡിഗ്രി മാർക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ റോംബസ്, ഇപ്പുറത്തുള്ള റോംബസ് കൺസ്ട്രക്ഷൻ പോസിബിൾ ആയിട്ടുണ്ട്. ഈ രണ്ട് സ്ട്രൈറ്റ് ലൈനും നമ്മൾ വരയ്ക്കുന്നതോടുകൂടി ഇപ്പുറത്തുള്ള റോംബസ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തുള്ള റോംബസ് കുറച്ചും കൂടി ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. കാരണം നമ്മൾ ഈ രണ്ട് സൈഡും 3 സെൻറ്റിമീറ്റർ ഈ രണ്ട് സൈഡും നമുക്ക് മുൻപ് വരച്ച റോംബസിൻ്റെ ഈ സൈഡ് എടുത്താൽ മതി. 3 സെൻറ്റിമീറ്റർ അല്ല, ഈ വരച്ച റോംബസിൻ്റെ ഇതേ സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ സൈഡ് എടുക്കുന്നതോടുകൂടി നമുക്ക് ഇത് മാർക്ക് ചെയ്താൽ മതി. ഇവിടെ കുത്തിക്കൊണ്ട് നമുക്ക് അടുത്ത സൈഡ് മാർക്ക് ചെയ്യാം. ഈ സൈഡ് ഇവിടെ കട്ട് ചെയ്യാം. അപ്പോൾ അതേ ലെങ്ത്ത് ഇവിടെ കിട്ടും. ആ ലെങ്ത്ത് നമുക്ക് എത്രയാണെന്ന് അറിയില്ല, പക്ഷെ നമ്മളതിവിടെ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യുന്നതോടുകൂടി ആ രണ്ട് ലെങ്ത്തും അവിടെ കിട്ടി. ഇനി നമ്മൾ ഈ രണ്ട് ലെങ്ത്തും അതേപോലെ തന്നെ കട്ട് ചെയ്യാം. സെയിം ലെങ്ത്താണ് അവിടെ വെച്ചുകൊണ്ട് റോംബസിൻ്റെ സൈഡ്സൊക്കെ ഈക്വലുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ സൈഡ് ഇവിടെ കട്ട് ചെയ്യാം. ഒപ്പം ഇപ്പുറത്ത് വെച്ചിട്ട് ഈ സൈഡും കട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വീണ്ടും റൈറ്റ് സൈഡിൽ റോംബസ് കൺസ്ട്രക്ഷൻ ഓക്കെയാണ്. ഈ സൈഡും ഈ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നതോടുകൂടി ഈ കൺസ്ട്രക്ഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഈ ഇടയിലുള്ള 3 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നതോടുകൂടി അത് 3 സെൻറ്റിമീറ്റർ ആയിക്കോളും. നമുക്ക് ബാക്കിയുള്ള ലെങ്ത്തുകളൊക്കെ, ആവശ്യമില്ലാത്ത ലെങ്ത്തുകൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം ഓക്കെ ആയിട്ട് കിട്ടും. നമ്മളുടെ ബുക്കത്തെ അതേ പാറ്റേൺ നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ നമുക്ക് രണ്ട് റോംബസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ 8 സെൻറ്റിമീറ്റർ ആണ് 50. അടുത്ത റോംബസ് പറയുന്നത് ഈ 3 ഈക്വൽ റോംബസ് ആണ് പറയുന്നത്. 3 ഈക്വൽ റോംബസ് കൺസ്ട്രക്ട് ചെയ്യണം. നമുക്കിവിടെ സൈഡ് എന്നുണ്ട് 2 സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾ എന്നുണ്ട് 80 ഡിഗ്രി.
ഇവിടെ 60 ഡിഗ്രി ആംഗിൾ, ഈ 60 ഡിഗ്രി ആംഗിൾ ആയിരിക്കും ഇത് 120, ഇത് രണ്ടും കൂട്ടുമ്പോൾ 180 കിട്ടണം. അപ്പോൾ 120 ഡിഗ്രി ആയിരിക്കും. ഇതും 120 ഡിഗ്രി, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ 60 120 കിട്ടിയിട്ടുണ്ട്. ഈ റോംബസ് നിർമ്മിക്കാൻ നമുക്ക് രണ്ട് തരത്തിൽ നിർമ്മിക്കാം. ഒന്നുകിൽ വേണമെങ്കിൽ ഈ റോംബസ് നിർമ്മിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ആംഗിൾസ് നോക്കിയിട്ട് ഈ 3 ആംഗിളും 60 അപ്പോൾ നമുക്ക് 180 പോയി. നമുക്ക് വീണ്ടും 3 ആംഗിൾ ഈക്വലാണ്, ഈ 3 ആംഗിൾ ഈക്വലാണ്. അപ്പോൾ മൊത്തം 180, ബാക്കിയുള്ള 180 ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ആംഗിൾസ് എന്ത് വരും? 60 വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ എങ്ങനെ ചെയ്യാം? ഈ 3 പോയിന്റ് കൂടെ പോകുന്ന ഒരു സർക്കിൾ വരച്ചുകൊണ്ട് നമുക്ക് ഈ കൺസ്ട്രക്ഷൻ, ഈ പോയിന്റുകളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സർക്കിൾ വരച്ചിട്ട് അതിൽ 60 ഡിവൈഡ് ചെയ്താൽ മതി. ആംഗിൾസ് 60 ഡിവൈഡ് ചെയ്യുമ്പോൾ ആ പോയിന്റുകൾ നമുക്ക്, ആ ഡയഗണൽസിൻ്റെ ഒക്കെ പോയിന്റുകൾ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ റോംബസ് ഇതേപോലെ വരയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞ പോലെ 2 സെൻറ്റിമീറ്ററുള്ള ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ സർക്കിൾ വരച്ച് കഴിഞ്ഞു. നമ്മൾ ഇതിനെന്ത് ചെയ്യണം? ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ആംഗിൾസ് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു ലൈനിട്ട് പ്രൊട്രാക്ടർ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആംഗിൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആംഗിൾ ഡിവിഷൻ നമ്മൾ പറഞ്ഞത് 60 ആണ്. ഒരു 60 ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഒരു 60 മാർക്ക് ചെയ്യാം, ഒരു 60 മാർക്ക് ചെയ്യാം, അടുത്ത 60 മാർക്ക് ചെയ്യാം. 120 മാർക്ക് ചെയ്താൽ മതി. അടുത്ത 60 നമുക്ക് 180 മാർക്ക് ചെയ്താൽ മതി. 180 മാർക്ക് ചെയ്യുമ്പോൾ അടുത്ത 60 ആയി. നമുക്ക് ഈ ലൈനുകൾ ജോയിൻ ചെയ്യാം. ലൈൻസുകൾ നീട്ടി വരച്ചാൽ മതി. ലൈൻ നീട്ടി വരച്ചാൽ അടുത്ത ഡിവിഷനും കൂടി ചെയ്യാം. പ്രൊട്രാക്ടർ പിന്നെ അവിടെ വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അടുത്ത ഡിവിഷൻ കൂടി കിട്ടും, നെക്സ്റ്റ് ഡിവിഷൻ കൂടി കിട്ടും. അപ്പോൾ നമ്മൾ സർക്കിൾ ഡിവിഷൻ ഓക്കെ ആയിട്ട് 60 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും 2 സെൻറ്റിമീറ്റർ ആണല്ലോ സൈഡ്, 2 സെൻറ്റിമീറ്റർ ആർക്ക് വരയ്ക്കുന്നു. ഇവിടെ വെച്ച് വീണ്ടും എന്ത് ചെയ്യുന്നു? ഒരു 2 സെൻറ്റിമീറ്റർ ആർക്ക് ഇവിടെയും വരയ്ക്കുന്നു. ഇപ്പോൾ ഈ റോംബസ് ഓക്കെ ആയി. നമുക്ക് ഈ റോംബസ് കൺസ്ട്രക്ട് ചെയ്യാം. ഈ റോംബസ് ഓക്കെ ആയി. ഇനി നമ്മൾ ഇതേപോലെ തന്നെ റോംബസ് വേണ്ട സ്ഥലത്ത് 3 റോംബസാണ് നമ്മൾ വെക്കേണ്ടത്. 3 ഈക്വൽ റോംബസ് ആണ്. അപ്പോൾ വീണ്ടും വേണ്ട സ്ഥലത്ത് വീണ്ടും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ആർക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അടുത്ത ആർക്ക് വരയ്ക്കാം. അപ്പുറത്ത് വെച്ചിട്ട് അടുത്ത ആർക്കും വരയ്ക്കാം. 2 ആർക്കും നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നു. നമുക്ക് രണ്ടാമത്തെ റോംബസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ റോംബസ് നമുക്ക് ജോയിൻ ചെയ്യാം. വീണ്ടും നമുക്ക് ഒരു മുകളിൽ റോംബസ് വരയ്ക്കാണ്ട് ആ റോംബസ് നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ വരച്ച് റോംബസ് ജോയിൻ ചെയ്യാം. നമുക്ക് 3 റോംബസും ഇവിടെ കിട്ടിയിട്ടുണ്ട്. 3 റോംബസും ഓക്കെയാണ്. ഇവിടെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മായ്ച്ചു കളഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റായിട്ടുള്ള നമ്മുടെ ചിത്രത്തിലെ പാറ്റേൺ ആക്കി മാറ്റാൻ കഴിയും. ഈ ചോദ്യത്തിൽ ഇതേപോലെ തന്നെ നമുക്ക് തുല്യമായിട്ടുള്ള 4 സമഭുജ സാമാന്തര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇത് വരയ്ക്കാനാണ് പ്രോബ്ലം പറയുന്നത്. ഇവിടെ നമുക്ക് ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്, 45 ആണ്, 45 ഡിഗ്രിയാണ്. അപ്പോൾ മൊത്തം 45 180 ഡിഗ്രി ഇവിടെ കവർ ചെയ്യും. 320 ടോട്ടൽ. 180 പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? 180 ഡിഗ്രി ഉണ്ടായിരിക്കും. ആ 180 ഡിഗ്രി നമ്മൾ ഇവിടെ എന്താ ഈക്വലായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഓരോ ആംഗിളും 45 ഡിഗ്രി ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സർക്കിൾ വരച്ചുകൊണ്ട്, ഈ പോയിന്റ് കൂടെ പോകുന്നത് സർക്കിൾ വരച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഈ സമഭുജ സാമാന്തരികം വരച്ചിട്ടും ചെയ്യാം. കാരണം ഇതിൻ്റെ സൈഡ് എന്നുണ്ട്, ഒരു ആംഗിൾ 45 എന്നുണ്ട്. അടുത്ത ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം 135 ആയിരിക്കും. അടുത്ത ആംഗിൾ 135 ആയിരിക്കും. അപ്പോൾ 135ഉം 45 ഉപയോഗിച്ചുകൊണ്ട് ഈ സമഭുജ സാമാന്തരികം വരച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോകാനും പറ്റുന്നതാണ്. ഓരോ ആംഗിളും 135 ആയിരിക്കും. അപ്പോൾ അത് വരച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പോകാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ സമഭുജ സാമാന്തരികം വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. 2 സൈഡ് വരയ്ക്കാം. 2 സൈഡ് വരച്ചതിന് ശേഷം നമുക്ക് ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്, 135 ഡിഗ്രിയാണ്. അങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാൻ പറ്റും. നമ്മളിവിടെ വരയ്ക്കുന്നത് ഒരു സർക്കിൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ സർക്കിൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ വരച്ച സർക്കിളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈക്വലായിട്ട് പാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് 45 ഡിഗ്രിയാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. 45 45 90 90 45 135
അങ്ങനെ 3 പോയിൻ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ 3 പോയിൻ്റ് മാർക്ക് ചെയ്ത് നമുക്ക് അടുത്ത ലൈന് കൺസ്ട്രക്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ സർക്കിളിനെ 45 ഡിഗ്രിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും. ആ 45 ഡിഗ്രിയിൽ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ 2 സെൻറ്റിമീറ്റർ വീതമുള്ള സൈഡ് കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മളിവിടെ കോമ്പസ് വെച്ചുകൊണ്ട് ഇവിടെ കട്ട് ചെയ്യുന്നതോടുകൂടി നമുക്കൊരു സമഭുജ സമാന്തരികം ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഈ സമഭുജ സമാന്തരികം നമുക്ക് ഈ ലൈൻ ജോയിൻ ചെയ്യാം. ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ സമഭുജ സമാന്തരികമായി. ഇതേപോലെ തന്നെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒന്നിരട്ടുള്ള ഈ സെക്ടറുകളിൽ ഒന്നിരട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഓരോ ആർക്ക് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇവിടെ ആർക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നു. ആ ആർക്ക് കൺസ്ട്രക്റ്റിനോട് നമുക്ക് അവിടെയും എന്ത് കിട്ടുന്നു, ഒരു സമഭുജ സമാന്തരികം യോജിപ്പിക്കാം. ഇവിടെയും നമ്മൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇപ്പുറത്ത് വെച്ചിട്ടും എന്ത് ചെയ്യുന്നു, ഒരു ആർക്ക് വരയ്ക്കുന്നു. അവിടെയും നമുക്കൊരു സമഭുജ സമാന്തരികം നിർമ്മിക്കാം. ആൾട്ടർനേറ്റ് ആയിട്ടുള്ള സെക്ഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരു സമഭുജ സമാന്തരികം ഇവിടെയും വരയ്ക്കുന്നു, ഒരു സമഭുജ സമാന്തരികം ഇവിടെയും വരയ്ക്കുന്നു. ഇനി നമുക്ക് ജോയിൻ ചെയ്യുന്നതോടുകൂടി നമ്മുടെ പിക്ചർ ഇവിടെ ഓക്കെയാണ്. ഈ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള സമഭുജ സമാന്തരികങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ, നേരത്തെ പോലെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ മായ്ച്ച് കളയുന്നതോടുകൂടി നമുക്ക് കൃത്യം ഇങ്ങനെ മായ്ച്ച് കളയുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നമുക്കുള്ള പിക്ചർ നമുക്ക് ഇവിടെ ഓക്കെ ആയിട്ട് കിട്ടുന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കേണ്ടത് ഈ ചോദ്യമാണ്. നമ്മൾക്ക് തന്നിരിക്കുന്നത് 5 ഈക്വൽ റോംബസ് ആണ്. 5 ഈക്വൽ റോംബസിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട്, ആംഗിൾസ് ഒന്നും തന്നിട്ടില്ല. പക്ഷേ ആംഗിൾ നമുക്കൊരു ഒബ്സർവേഷൻ ഉണ്ടാക്കാം. ഇത് ആംഗിൾ കണ്ടുപിടിച്ചാൽ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3 ആംഗിൾ നോക്കുക. ഈ 3 ആംഗിളും ഈക്വലാണ്. 3 ആംഗിൾ ഈക്വൽ ആകുമ്പോൾ അത് എത്രയായിരിക്കും, 360 ഡിവിഷനാണ് വരിക. 360 3 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 120 കിട്ടും. അപ്പോൾ ഈച്ച് ആംഗിൾ ഈസ് 120. ഓരോ ആംഗിൾ എന്ത് കിട്ടും, 120 കിട്ടും. 120 ആകുമ്പോൾ ഈ ആംഗിൾ എത്ര കിട്ടും, 60 ഡിഗ്രി. കാരണം ഇത് രണ്ടും കൂട്ടിയാൽ എന്ത് കിട്ടണം, 180 കിട്ടണം. അപ്പോൾ നമുക്ക് ഈ പാരലോഗ്രാമിൻ്റെ കൺസ്ട്രക്ഷൻ ഓക്കെയാണ്. ഇത് 120 ആണ്, 60 ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരലോഗ്രാം വരയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 2 സെൻറ്റിമീറ്റർ നീളമുള്ള ലെങ്ത്ത് വരയ്ക്കണം. ഇതിൻ്റെ ഒരെൻഡിൽ 60യും ഒരെൻഡിൽ 120യാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരെൻഡിൽ 60 മാർക്ക് ചെയ്യുന്നു, 60 മാർക്ക് ചെയ്യുന്നു. ഒരെൻഡിൽ 120 മാർക്ക് ചെയ്യുന്നു. അപ്പോൾ 60 മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് 120 ആണ്. ഈ എൻഡിൽ മാർക്ക് ചെയ്യേണ്ടത് 120 ആണ്. രണ്ട് സൈഡിൽ നിന്ന് വരുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. വരയിലെ 0 പോരണം. അങ്ങനെ 120 മാർക്ക് ചെയ്ത് നമ്മൾ ഈ പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. സ്ട്രൈറ്റ് ലൈന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് 120 മാർക്ക് ചെയ്ത് കഴിഞ്ഞ് 120 മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ജോയിൻ ചെയ്യുന്നു. സ്ട്രൈറ്റ് ലൈൻ ജോയിൻ ചെയ്താൽ ഈ പാരലോഗ്രാം ഓക്കെയാണ്. അതിൻ്റെ സൈഡ് നമ്മൾ എന്ത് ചെയ്യണം, 2 സൈഡ് ആയി കഴിഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കോമ്പസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കോമ്പസ് 2 സെൻറ്റിമീറ്ററിലായിരിക്കുന്നത്. കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 സൈഡിലും 2 കട്ടിങ് നടത്താം. 2 സൈഡിലും നമുക്ക് 2 കട്ടിങ് നടത്താം. അപ്പോൾ ഇവിടെ ഒരു കട്ടിങ് നടത്തുകയാണ്. 2 സെൻറ്റിമീറ്ററാണ് കട്ട് ചെയ്യുന്നത്. ഇവിടെയും 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുകയാണ്. 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ പാരലോഗ്രാം റോംബസ് കിട്ടിക്കഴിഞ്ഞു. അടുത്ത റോംബസ് കിട്ടണമെങ്കിൽ താഴെ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ 120 കട്ട് ചെയ്യണം. ഇവിടെ 60ലും കട്ട് ചെയ്യണം. താഴെ നമ്മൾ കോമ്പസ് തിരിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുന്നു, കോമ്പസ് തിരിച്ചെടുത്തിട്ട് 2 സൈഡിലും നമ്മൾ എന്ത് ചെയ്യുന്നു, 60 ആദ്യം 60 നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ 60 മാർക്ക് ചെയ്യുന്നു. 60 ഡിഗ്രി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പുറത്തെ സൈഡിൽ 120 മാർക്ക് ചെയ്യണം. 120 മാർക്ക് ചെയ്ത് 60 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് 120 ആണ്. അപ്പോൾ 120 എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വരല 0 എന്നാണ് പോരേണ്ടത്. അത് കൺഫ്യൂസ്ഡ് ആവരുത്. 120 മാർക്ക് ചെയ്തു. 120 മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, 2 സ്ട്രൈറ്റ് ലൈൻ ജോയിൻ ചെയ്യുന്നു. 2 സ്ട്രൈറ്റ് ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കോമ്പസിൽ ഇനി അടുത്ത കട്ടിങ് ചെയ്താൽ മതി. അടുത്ത കട്ടിങ് ചെയ്യാൻ വേണ്ടി കോമ്പസ് എടുത്തുകൊണ്ട് 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യണം. 2 സെൻറ്റിമീറ്ററിൽ ഒരു കട്ട് നമ്മൾ നടത്തി. ഇവിടെ ഒരു കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ഇപ്പുറത്ത് ഒരു കട്ട് ചെയ്യുന്നു. ഇവിടെയും കട്ട് ചെയ്യുന്നതോട് കൂടി താഴത്തുള്ള റോംബസ് ഓക്കെയാണ്. താഴത്തുള്ള റോംബസ് ഓക്കെ ആകുമ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ജോയിപ്പിച്ചു. നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള കോമ്പസ് കട്ട് ചെയ്യാൻ ശരിക്കും പൊട്ടറായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം 2 സെൻറ്റിമീറ്റർ ലെങ്ത് ആയതുകൊണ്ട് 2 സെൻറ്റിമീറ്റർ 2 എൻഡിൽ വെച്ച് കട്ട് ചെയ്താൽ മതി. കോമ്പസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 60 ഡിഗ്രി മാർക്ക് ചെയ്ത് 60 ഡിഗ്രി വരയ്ക്കണം. പൊട്ടറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പൊട്ടറായിട്ട് ഉപയോഗിക്കണമെന്നില്ല. ശരിക്കും കോമ്പസ് ഉപയോഗിച്ച് കുറച്ചുകൂടി ഐഡിയപരമായി ചിന്തിക്കുകയാണെങ്കിൽ പൊട്ടറായിട്ട് കോമ്പസ് ഉപയോഗിക്കുകയാണ് നല്ലത്. ഇവിടെ നമ്മൾ 60 ഡിഗ്രി മാർക്ക് ചെയ്തു. 60 ഡിഗ്രിയിൽ നമുക്ക് ഒരു ലൈന് കൺസ്ട്രക്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്താൽ മതി. ഈ സൈഡിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്താൽ മതി. ഈ സൈഡിൽ നിന്ന് ആംഗിൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ
നമുക്ക് അതേമാതിരി കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് ഓപ്പോസിറ്റ് ആംഗിൾ 60 ഡിഗ്രി ആണെന്നുള്ളത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഈ റോംബസ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു, മൂന്നാമത്തെ റോംബസ്. അടുത്ത റോംബസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ നമ്മൾ ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഇനി മിഡിൽ സൈഡും എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. പക്ഷേ മിഡിൽ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ എന്ത് ചെയ്യാം, ഈ കോമ്പസ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുന്നു. ഇവിടെ വെച്ചിട്ടും 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുന്നു, കാരണം എല്ലാ ലെങ്ത്തും 2 സെൻറ്റിമീറ്റർ ആയാൽ മതി. അതുപോലെ തന്നെ ഇവിടെ വെച്ചും എന്ത് ചെയ്യുന്നു, 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് ഈ റോംബസും അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി റിമൈനിങ് റോംബസ് ഒന്നുകൂടി ഉള്ളൂ. ഈ റോംബസും നമുക്കവിടെ കിട്ടി. ഇനി നമുക്ക് ഒരു റോംബസ് കൂടിയുള്ളത്. ആ റോംബസ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ 2 സെൻറ്റിമീറ്ററിൽ ഇവിടെ നിന്നൊരു കട്ടിങ് ആദ്യം ചെയ്യണം. കാരണം ആ ലൈന് നിൽക്കുന്നത് 2 സെൻറ്റിമീറ്റർ ആണെന്നില്ല. അപ്പോൾ 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് വീണ്ടും ഇനി കട്ടിങ് വേണ്ട, നമ്മൾ എന്ത് ചെയ്യണം, ആ ലൈൻ ജോയിൻ ചെയ്യാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻസ് മാച്ച് കളയുന്നതോടുകൂടി നമ്മുടെ പാറ്റേൺ നമുക്ക് റെഡിയാവും. നമുക്ക് കൃത്യമായിട്ട് ഇത് വരയ്ക്കാൻ പറ്റും.